ഇഡി ഉദ്യോഗസ്ഥർ പ്രതിയായ വിജിലൻസ് കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ. ഗൂഢ ഉദ്ദേശത്തോടെയാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു. ഇഡി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് പരാതിക്കാരൻ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അറസ്റ്റിലായ ഇടനിലക്കാരുമായി ബന്ധമില്ലെന്നും ശേഖർ കുമാർ പറയുന്നു. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, എന്താണ് ഈ ഹർജിയിൽ ഉദ്യോഗസ്ഥൻ പറയുന്നത്? രേഷ്മ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ശേഖർ കുമാർ ഉന്നയിച്ചിരിക്കുന്നത് എന്താണ്? അതിനാൽ താൻ നിരപരാധിയാണ് എന്നുള്ളൊരു വാദഗതി തന്നെയാണ് ശേഖർ കുമാർ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാന വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇഡി കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബു ആരോപണങ്ങളും ആക്ഷേപങ്ങളും തനിക്കെതിരെ അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. പരാതിക്കാരൻ വളരെ കാലമായിട്ടും നിയമത്തിൽ നിന്നും ഒളിച്ചോടുന്ന വ്യക്തിയാണ്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ഈ പരാതിക്കാരനെതിരെ ഉണ്ട്. നിലവിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായിട്ട് തനിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല. ഈ തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് തക്ക തെളിവുകൾ കണ്ടെത്തുവാനായിട്ട് അന്വേഷണ ഏജൻസിയായ വിജിലൻസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കേസിൽ അറസ്റ്റിലായിട്ടുള്ള 3 പേരുണ്ട്. ഈ ഇടനിലക്കാരുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭയമുണ്ട്. തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളതാണ് ശേഖർ കുമാർ, അതായത് ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാർ. ഇദ്ദേഹം നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യ അപേക്ഷയിൽ പറയുന്നത് ഇന്ന് തന്നെ ഇത് പരിഗണിക്കാനാണ് സാധ്യത. അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ അടക്കം വിശദീകരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തേടും. എന്തായാലും ഈ ഇഡി കേസിൽ, അതായത് ഇഡി ഉദ്യോഗസ്ഥർ പ്രതിയായിട്ടുള്ള വിജിലൻസ് കേസിൽ പ്രധാന ഒരു ഇഡി ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ് ശേഖർ കുമാറിനെ വിജിലൻസ് പ്രതി ചേർത്തിട്ടുള്ളത്. അനീഷ് ബാബുവിന്റെ, അതോടൊപ്പം തന്നെ ഈ ഇടനിലക്കാരായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 3 പ്രതികളുടെയും അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് വിജിലൻസ് കടന്നത്. പക്ഷേ നേരത്തെ തന്നെ വിജിലൻസിന് ഈ ഇഡി ഉദ്യോഗസ്ഥനെതിരെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ നടപടിയിലേക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും കടക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ തന്നെയാണ് ശേഖർ കുമാർ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി രേഷ്മ.